പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ. ഹസൻകുട്ടി എന്ന കബീറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ബോധരഹിതയായപ്പോഴാണ് കുട്ടി ഉപേക്ഷിച്ചതെന്നാണ് പ്രതി നൽകിയ മൊഴി. കബീറിനെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് അബ്ഡക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8ഓളം കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി മാസം 12-ാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഈ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ പ്രതിയുടെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ മുൻപ് ഇയാൾക്കെതിരെയുള്ള കേസുകൾ, അത് ഇയാൾക്ക് കുട്ടികളോടൊരു ലൈംഗികാസക്തി ഉണ്ട്, അത്തരത്തിൽ അവരോട് അതിക്രമം കാട്ടുന്നു എന്നത് വ്യക്തമാണ്. സ്വഭാവത്തിൽ തന്നെ അങ്ങനെ ഒരു വൈകൃതമുണ്ട് എന്നത് മറ്റ് കേസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സംഭവത്തിൽ എന്തുകൊണ്ട് ഈ അതിഥി ബാലികയെ തന്നെ ഇയാൾ ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകാൻ തെരഞ്ഞെടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതില്ലേ? ഗൂഗിൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചയോളം വളരെയധികം കുഴക്കിയ ഒരു കേസിലാണ് അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്, ഹസൻകുട്ടി എന്ന പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത് ജയിൽ കേന്ദ്രീകരിച്ചും ഒപ്പം CCTV കേന്ദ്രീകരിച്ചും നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ്. കാരണം ഈ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിലിൽ നിന്ന് കഴിഞ്ഞിരുന്ന ആളുകളുടെ ലിസ്റ്റ് സമീപ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ആളുകളുടെ ലിസ്റ്റ് പോലീസ് ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ജനുവരി 12-ന് ഈ പ്രതി പുറത്തിറങ്ങിയതായി പോലീസിന് സൂചന ലഭിക്കുന്നത്. അതിനുശേഷം ഈ പ്രതിയുടെ ഒരു സഞ്ചാരപാത കൂടി പോലീസ് ശേഖരിച്ചു. മാത്രമല്ല, ആ ദിവസം കിട്ടിയ ഒരു CCTV ദൃശ്യവും ഈ കേസിൽ നിർണായകമാവുകയായിരുന്നു. അവിടെ നിന്ന് ഈ കുട്ടിയെ, അതായത് ഈ പോകപ്പെട്ട കുട്ടിയെ ഒരു തലയിൽ പുതപ്പിട്ടതിന് ശേഷം കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അത് നിർണായകമാവുകയായിരുന്നു. പിന്നീട് ഉറങ്ങിക്കിടന്ന് അവിടുത്തെ കുട്ടിയെ തട്ടിയെടുക്കുകയും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ കുട്ടിയെ കൊണ്ടുപോയി കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയായിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ ബോധം പോയതിനു ശേഷം പിന്നീട് കുട്ടിയെ ഉപേക്ഷിച്ച് ആ രാത്രി തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിലും ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. കാരണം ഈ കുട്ടിയെ കണ്ട സ്ഥലം ഉൾപ്പെടെ പോലീസ് നേരത്തെ രാവിലെയും പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഇനി വരും ദിവസങ്ങളിലെ തെളിവെടുപ്പിലൂടെ ഉത്തരം കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പോലീസിന്റെ വലിയ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അതിനൊടുവിൽ പ്രതിയെ തെളിവുകൾ സഹിതം പിടികൂടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ തെരഞ്ഞെടുത്തു, എപ്പോഴാണ് ഈ പെൺകുട്ടിയെ തിരികെ അവിടെ ഉപേക്ഷിച്ചത്, ഇക്കാര്യങ്ങളിലൊക്കെയും ഇനിയും വ്യക്തത വരാനുണ്ട്. മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ്. പത്തനംതിട്ട BJPയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലഹം. BJP ജില്ലാ പ്രസിഡന്റ് സൂരജിനെ വിമർശിച്ച കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്നും PC ജോർജിനോടാണ് എല്ലാവർക്കും താല്പര്യമെന്നും ശ്യാം വീഡിയോയിൽ വ്യക്തമാക്കി. PC ജോർജാണ് ഈ നാടിന്റെ ശബ്ദമായി ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പേര് PC ആണ്. അപ്പൊ മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത്. അവർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്താടോ ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് മത്സരം? അതെന്തൊരു മത്സരമാടോ? ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 1,00,000 വോട്ട് തയ്ക്കത്തില്ല. 1,00,000 വോട്ട്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ. ശ്രീത്ത്, നേരത്തെ ഈ PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തത് BDJSും വെള്ളാപ്പള്ളി നടേശനും ഒക്കെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിനപ്പുറത്തേക്ക് പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർ PC ജോർജിനെ പ്രതീക്ഷിച്ചിരുന്നു. PC ജോർജിനെ പ്രതീക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ശ്യാം തട്ടയിൽ. പ്രധാനപ്പെട്ട BJP പ്രവർത്തകനാണ്. K സുരേന്ദ്രന്റെ അടുത്ത അനുയായിയാണ്. പക്ഷേ K സുരേന്ദ്രൻ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നതിന് പിന്നാലെ തന്നെ K സുരേന്ദ്രൻ ശ്യാം തട്ടയിലിനെ
പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ശ്യാം തട്ടയിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. ശ്യാം തട്ടയിൽ പറയുന്നത് PC ജോർജ് മാത്രമായിരുന്നു തങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഏക സ്ഥാനാർത്ഥി. PC ജോർജ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ BJP ജില്ലാ പ്രസിഡന്റിന്റെ അടക്കമുള്ള നടപടികളാണ് ഇത്തരത്തിൽ PC ജോർജിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണമെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മണിക്കൂറുകൾക്കകം, അതായത് ഈ ഫേസ്ബുക്ക് ലൈവ് പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ ശ്യാം തട്ടയിലിനെ പുറത്താക്കിക്കൊണ്ട് BJP നേതൃത്വം ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു പുറത്താക്കൽ ലിസ്റ്റ് പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാലും ശ്യാം തട്ടയിൽ ഇപ്പോൾ അല്പസമയത്തിന് ശേഷം വീണ്ടും പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ച് ഒരു ദിവസം പിന്നിടുമ്പോൾ പോലും കാര്യമായ രീതിയിലുള്ള ഒരു പ്രചരണ ബോർഡ് പോലും പത്തനംതിട്ട മണ്ഡലത്തിലോ ഒരു മേഖലയിൽ പോലും കാണാനില്ല. ശരി ശ്രീജിത്ത്, ഏതായാലും പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർക്കിടയിൽ മുറുമുറുപ്പുണ്ട്. അത് PC ജോർജിനെ പ്രതീക്ഷിച്ചിടത്താണ് അനിൽ ആന്റണി എത്തിയത് എന്നതാണ് അവരുടെ പ്രതികരണം. BJP ജില്ലാ നേതൃത്വത്തിനെതിരെ കൂടി ആ പ്രതികരണം രൂക്ഷമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വോട്ടിങ്ങിലൊക്കെ അതെങ്ങനെ ബാധിക്കും, അത് പരിഹരിക്കാനാവുമെന്നത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥിനെ ആക്രമിച്ച ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെത്തി. മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. സിദ്ധാർത്ഥനെ ഏറ്റവും അധികം ആക്രമിച്ചയാളാണ് സിൻജോ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിൻജോയുമായി മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ തെളിവെടുപ്പ് നീണ്ടത് 1 മണിക്കൂർ. ആദ്യമെത്തിയത് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ. ഇവിടെയാണ് സിദ്ധാർത്ഥിനെ ഏറെ നേരം നഗ്നനാക്കി നിർത്തി ആക്രമിച്ചത്. ഇതിനുശേഷം SFI യൂണിറ്റ് സെക്രട്ടറി അമൻ ഇസാന്റെ 21 നമ്പർ മുറിയിലേക്ക്. ഇവിടെ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ഗ്ലൂ ഗൺ കണ്ടെത്തിയത്. ഇതിന്റെ വയറുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ ആക്രമിച്ചത്. പിന്നീട് സിൻജോയുടെ 36 നമ്പർ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥിനെ ചവിട്ടുമ്പോൾ ധരിച്ചിരുന്ന ചെരുപ്പും കണ്ടെടുത്തു. ഇതിനുശേഷം ഡോർമെട്രി പരിസരത്തും തെളിവെടുപ്പ് പൂർത്തിയാക്കി. സിൻജോ, കാശിനാഥൻ, മുഹമ്മദ് ഡാനിഷ്, സയ്യിദ് റിസാൽ, ആദിത്യൻ, അൽതാഫ്, അജയ് എന്നിവരെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് T. സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. SFI, ഭരണകൂടം, പോലീസ് എന്നിവരുടെ ഗൂഢാലോചന കേസിൽ ഉണ്ടെന്നും MLA. മുഴുവൻ പ്രതികളെയും ക്രിമിനലുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ CBI അന്വേഷിക്കണമെന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൻ്റെ താൽപ്പര്യവും കുടുംബത്തിൻ്റെ സമീപനവും സർക്കാർ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് അത് നിർവഹിക്കാനുള്ള നടപടികൾക്ക് തയ്യാറാവാം. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മെൻസ് ഹോസ്റ്റലിൽ ചില അലിഖിത നിയമങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതനുസരിച്ചാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ മടക്കി വിളിക്കുന്നത്. സഹപാഠിയായ റഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് വിളിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാമെന്നറിയിച്ചാണ് തിരികെ വിളിച്ചത്. ശേഷം കൊടിയ മർദ്ദനം, വിദ്യാർത്ഥി കൂട്ടത്തിനിടെ നീണ്ട പരസ്യ വിചാരണ, ഒടുവിൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ. 24 വയനാട്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. കൊലപാതകത്തിൽ സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് പുറത്തു പറയാത്തതെന്നും വിദ്യാർത്ഥിയുടെ ശബ്ദരേഖയിലുണ്ട്. 24 പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബവും രംഗത്ത് വന്നു. 24 ബിഗ് ബ്രേക്ക്. സിദ്ധാർത്ഥിനെ എല്ലാവരും ചേർന്ന് തല്ലിക്കൊന്നുവെന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. വരുന്നവനും പോകുന്നവനും സിദ്ധാർത്ഥിനെ തല്ലി. അവന്റെ ബാച്ചിലുണ്ടായിരുന്നവർക്കും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. മൃഗീയമായിട്ട് അവന് പട്ടിനെ തല്ലണ മതി അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവർക്കും അവനെ ഹോസ്റ്റലിൽ നടുക്കിച്ച് വരുന്നവനും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത് കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെക്കാളും മോശം ആൾക്കാർ. ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു. ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു. ഒരു റെക്കോർഡുണ്ട് സാറിന്, ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്, സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന് കുടുംബം പറഞ്ഞു.
ഗൂഢാലോചന കുറ്റവും കൊലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ. നിലവിൽ അറസ്റ്റിലായ 18 പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപ്പട്ടിക. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട് മൃഗീയ മർദ്ദനത്തിന്റെയും ക്രൂരതയുടെയും തെളിവാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ ഡീനിനോട് വിശദീകരണം തേടുമെന്ന പുതിയ VC PC ശശീന്ദ്രൻ പറഞ്ഞു. മരണത്തിൽ SFIയുടെ പങ്ക് ആരോപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മരണത്തിനു പിന്നാലെ യഥാർത്ഥ വസ്തുതകളും ഗൂഢാലോചനകളും കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. കൊടും ക്രൂരതയ്ക്ക് ഡീൻ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നുവെന്നും സതീശൻ ആരോപിച്ചു. പ്രതികളെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. SFIക്കാർ ക്രിമിനൽ സംഘങ്ങളായി സംസ്ഥാനത്തുടനീളം അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SFIക്കാർ കൂട്ടം ചേർന്ന് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ച് അവസാനം 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ്. സംഭവത്തിൽ ഡീനിനോട് വിശദീകരണം തേടുമെന്ന പുതിയ VC PC ശശീന്ദ്രൻ. ഡീനെതിരായിട്ടുള്ള മാത്രമല്ല എല്ലാ ഇതിനകത്ത് ഉൾപ്പെട്ടവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളുണ്ടാവും. എല്ലാവരെയും നിന്നും മേടിക്കും. ഡീൻ്റേത് മാത്രമല്ല, അസ്നവാടിൽ നിന്ന് മേടിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഏതെങ്കിലും ക്വാർട്ടേഴ്സിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് മേടിക്കണം. ഈവൻ കുട്ടികളിൽ നിന്ന് മേടിക്കണം. ഡീൻ പോകാൻ ബാധ്യതപ്പെട്ട ആളാണ്. കാര്യം എന്നും പോയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പോകാൻ. കാര്യം ഡീനാണ് എല്ലാ ഹോസ്റ്റലിൻ്റെയും. ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഈ ബോയ്സ് ഹോസ്റ്റലിന് 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഡീൻ എല്ലാ ദിവസവും എല്ലാ ഹോസ്റ്റലിലും ചെന്നോളണമെന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. മരണം CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് സുരേഷ് ഗോപി. സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം. അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൊക്കൂ. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല. കേസിൽ SFI പ്രതികളെ പിടികൂടുന്നതിൽ അനാസ്ഥയെന്നാരോപിച്ച യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 24, തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെയും അസിസ്റ്റന്റ് ഡീനിനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രിയും പ്രോ ചാൻസലറുമായ J ചിഞ്ചുറാണി. ഇത് സംബന്ധിച്ച് പുതിയ VCക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചെന്ന ആരോപണം സർവകലാശാല ഡീൻ ഡോക്ടർ MK നാരായണൻ നിഷേധിച്ചു. ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തി. ഹോസ്റ്റലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനും അസിസ്റ്റന്റ് ഡീനും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ലെന്ന് മന്ത്രി J ചിഞ്ചുറാണി നടപടിക്ക് നിർദ്ദേശം നൽകി. സർക്കാരിനോട് പോലും അഭിപ്രായം തേടാതെയാണ് VCയെ ഗവർണർ പുറത്താക്കിയതെന്നും മന്ത്രി. ഗവൺമെന്റിനോടോ ചോദിച്ചില്ല, നമ്മുടെ തന്നെ വകുപ്പിനോടോ ചോദിച്ചില്ല, അല്ലെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളോട് ഒരു അനുവാദം ചോദിക്കാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് വന്നത്. ആ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. വീഴ്ചയില്ലെന്ന് ന്യായീകരിച്ച ഡീൻ ഡോക്ടർ MK നാരായണൻ മർദ്ദന വിവരം ഒരു വിദ്യാർത്ഥി പോലും തന്നെ അറിയിച്ചില്ല. ആത്മഹത്യാ വിവരം അറിഞ്ഞതു മുതൽ കൃത്യമായി ഇടപെട്ടുവെന്നും വിശദീകരണം. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഭാവിയിൽ എനിക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ വെച്ച് ഇതൊരു കാരണമാവട്ടെ, ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഈ ക്രൂരമായിട്ടുള്ള റാഗിങ് കൊല ഇവിടെ വെച്ച് അങ്ങ് നിർത്തണം. അതുകൊണ്ട് ഈ അതറ്റം വരെ ഞാൻ ഫൈറ്റിന് പോകും. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട VCയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. സിദ്ധാർത്ഥന്റെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുമ്പോഴും വൈസ് ചാൻസലർ അഭിമുഖ തിരക്കിലായിരുന്നു. സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിട്ടും ഒരു ദിവസം പോലും അഭിമുഖം മാറ്റിവെച്ചില്ല. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ വിദ്യാർത്ഥികളെ കാണാനോ VC തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. 24, വയനാട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ SFI യൂണിറ്റ് സെക്രട്ടറി മർദ്ദിച്ചെന്ന പരാതിയിൽ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ്.
ആർ ശങ്കർ SNDP യോഗം കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. കണ്ടാലറിയാവുന്ന മറ്റ് 16 പേർക്കെതിരെയും കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. SFI യൂണിറ്റ് സെക്രട്ടറി അനുനാഥ്, കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് കൃഷ്ണ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. കോളേജിന് സമീപത്തെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുകയും കൂടെ ഉണ്ടായിരുന്ന 20ഓളം പേർ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നുമാണ് 2ാം വർഷ വിദ്യാർത്ഥി അമൽ നൽകിയിരിക്കുന്ന പരാതി. അടിക്കല്ല, കുത്താണ്. എൻ്റെ വേറെ ഒന്നുമില്ല, മേലും ഒന്നുമില്ല, ഫുള്ള് തലക്കാണ്, തല, കണ്ണ്, മൂക്ക് അവിടെയൊക്കെ അടിക്കണ്ടായി. അവർ ഒക്കെ നോക്കിയൊക്കെ ചെയ്തേ, പിടിച്ചേക്കാനും കൂടെ ആരും വന്നില്ല. കാര്യം അവരിത് ആദ്യം ഇങ്ങനെ അതിനായിട്ട് വന്നതാ. രാവിലെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത്. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് യൂണിറ്റ് സെക്രട്ടറി അനുനാഥ്. ഓൻ എന്നെ ഇങ്ങോട്ട് ഉന്തിയതാണ്, എനിക്ക് പോകണം, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉന്തിയതാണ്. അങ്ങനെ തിരിച്ച് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതിന് അതെ, വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിന് വീഴുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ് പിടിച്ച് മാറ്റിയത്. വിദ്യാർത്ഥിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. അമലിന്റെ മൂക്കിന്റെ പാലത്തിന്റെ ചതവും വലതു കണ്ണിന് സമീപം പരുക്കുമേറ്റിട്ടുണ്ട്. 24 കോഴിക്കോട്. കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥി ഷഹനെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട MSF കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഗവർണർക്ക് കത്ത് നൽകി. ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗിക്കുന്നതിലും അന്വേഷണം വേണമെന്നും MSF ആവശ്യപ്പെട്ടു. 2022 ഡിസംബർ 19-നാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സ്വിമ്മിംഗ് പൂളിൽ ഷഹനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SFI പ്രവർത്തകന്മാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏകദേശം 1 വർഷം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സഹലിൻ്റെ കേസ് പുനരന്വേഷണം നടത്തണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് MSF ബഹുമാനപ്പെട്ട ചാൻസലറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ കേസിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയപ്പോൾ പ്രതികളെന്ന് പറയപ്പെട്ടിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള 7 പേരും SFIയുടെ നേതാക്കന്മാരും സജീവ പ്രവർത്തകരുമാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വികസിത് ഭാരത് 2047 രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന 2ാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. സാമ്പത്തിക വളർച്ചയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഊന്നൽ നൽകാനാണ് തീരുമാനം. അടുത്ത 5 വർഷത്തേക്കുള്ള വിശദമായ പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. 3ാം മോദി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന അടിയന്തര നടപടികൾക്കായുള്ള 100 ദിന കർമ്മ പദ്ധതിയും യോഗത്തിൽ തയ്യാറാക്കി. വിവിധ മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, സാമൂഹിക ശാസ്ത്ര സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പദ്ധതി രേഖ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഹർഷ് വർദ്ധൻ പാർട്ടി വിട്ടു. ഡൽഹിയിൽ ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെയാണ് ഹർഷ് വർദ്ധൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചത്. കൃഷ്ണനഗറിൽ ENT ക്ലിനിക്കിൽ സേവനം തുടരുമെന്ന് ഡോക്ടർ ഹർഷ് വർദ്ധൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് അസൻസോളിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗും പ്രഖ്യാപിച്ചു. സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യമെന്ന് BJP സ്ഥാനാർത്ഥി ബാംസുരി സ്വരാജ് 24-നോട് പറഞ്ഞു. പാർട്ടി ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് BJP ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ഗൗതം ഗംഭീറിന് പിന്നാലെയാണ് ഒരു തവണ ഡൽഹി ആരോഗ്യമന്ത്രിയായും 2 തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷവർദ്ധന്റെ പടിയിറക്കം. നിലവിൽ ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MP-യാണ്. ഇതിനിടെ അസൻസോളിലെ സ്ഥാനാർത്ഥിയായി BJP ഇന്നലെ പ്രഖ്യാപിച്ച ഭോജ്പുരി സിനിമാ താരം പവൻ സിംഗ് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതും BJPക്ക് തിരിച്ചടിയായി. തൃണമൂൽ സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെയാണ് പവൻ സിംഗിനെ നിർത്തിയത്. കാരണം വ്യക്തമാക്കാതെയാണ് പവന്റെ പ്രഖ്യാപനം. രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുകയാണ്. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നവരെന്ന് ന്യൂഡൽഹി BJP സ്ഥാനാർത്ഥി ബാൻസുരി സ്വരാജ് 24-നോട് പ്രതികരിച്ചു. തമിഴ്നാട് ഉൾപ്പെടുന്ന ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തി പ്രകടിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. പട്നയിൽ ജൻ വിശ്വാസ് മഹാറാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പ്രമുഖ കക്ഷികളിലെ നേതാക്കൾ പങ്കെടുത്തു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. BJP കള്ളം മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് RJD നേതാവ് തേജസ്വി യാദവ് വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ മുന്നണി പ്രചാരണത്തിന്റെ ആരംഭവേദിയായി ബീഹാറിലെ പട്ന തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗവും
പിന്നീട് നിതീഷ് കുമാർ കൂറുമാറിയതോടെ ഉണ്ടായ തിരിച്ചടിക്ക് സാക്ഷിയായതും പട്നയാണ്. സംസ്ഥാനത്തും ഇന്ത്യ മുന്നണിയുടെ പ്രധാന എതിരാളി BJP തന്നെ. ന്യായയാത്രയ്ക്ക് ഇടവേള നൽകി ജൻവിശ്വാസ് മഹാറാലിയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ BJPക്കെതിരെ ആയുധമാക്കി. प्रधानमंत्री जी 2-3 बड़े अरबपतियों के लिए काम करते हैं. उनका 16 लाख करोड़ रुपया प्रधानमंत्री ने पिछले 10 सालों में माफ किया है. मैं आपसे पूछना चाहता हूं, उन्होंने हिंदुस्तान के किसान का कितना कर्जा माफ किया? हम लोग BJP से RSS से नहीं डरते. മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ രാജ്യത്ത് സമൃദ്ധി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. जब तक आप मोदी को नहीं हटाएंगे, इस देश में सुख और समृद्धि नहीं रहेंगी, लोकतंत्र नहीं बचेगा, संविधान नहीं बचेगा. BJPക്കെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. लेकिन मोदी जी आए थे कल यहाँ, क्या बोल करके गए? वही जुमला, वही बकवास की बातें, झूठ प्रचार. हम तो शुरू से कहते हैं मोदी जी झूठ बोलने के फैक्ट्री है. പാടലിപുത്രത്തിൽ നിന്നും ഒരു ആഹ്വാനം വന്നാൽ ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ബീഹാറിലെ ഗാന്ധി മൈതാനത്തിൽ നടന്ന മഹാറാലിയിൽ പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത്. 24 ഡൽഹി. പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി പരസ്യമാക്കിയ PC ജോർജിനെ തള്ളാനും കൊള്ളാനുമാകാതെ BJP സംസ്ഥാന നേതൃത്വം. അനിൽ ആന്റണിക്ക് മണ്ഡലത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് PC ജോർജ് വീണ്ടും തുറന്നടിച്ചു. താൻ മത്സരിക്കണമെന്നത് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽ ആന്റണിയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് PC ജോർജ് ആണെന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ മറുപടി. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം അത്ഭുതമെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. ചെറുപ്പക്കാരൻ എന്നതിലുപരി മറ്റൊരു മേന്മയും അനിൽ ആന്റണിക്കില്ലെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ PC ജോർജിന്റെ പ്രതികരണം. ഇന്നു പക്ഷേ മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് BJP പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെന്ന് PC ജോർജ് തുറന്നു പറഞ്ഞു. കൂടെ അനിലിനെതിരെ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപം ശക്തമായി ആവർത്തിച്ചു. അനിൽ ആന്റണി പത്തനംതിട്ട ഏതാന്ന് പോലും അറിയത്തില്ലാത്ത ആളാണ്. പുള്ളിക്ക് പാർട്ടി തീരുമാനിച്ചു അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുക. ഞങ്ങൾക്ക് പത്തനംതിട്ട എല്ലാവരും അറിയണമെന്ന് പറഞ്ഞാൽ ആരെയും അറിയാൻ സാധ്യതയില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും പ്രചാരണത്തിൽ BJP നേതൃത്വം ട്രാക്കിലേക്ക് കയറിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണം തുടങ്ങിയ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്ക് മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഡോക്ടർ തോമസ് ഐസക്ക്. ഒരു അത്ഭുതമാണ്. ഇതുവരെ ചർച്ച ചെയ്ത ശ്രീധരൻപിള്ള, കുമ്മനം, PC ജോർജ്, അതൊക്കെ വിട്ട് ഇപ്പോൾ PC ജോർജ് വിശേഷണം കൊടുത്തല്ലോ പുതിയ സ്ഥാനാർത്ഥിക്ക്. അതുപോലെ ഒരാളിവിടെ കൊണ്ടു നിർത്തുന്നതിൻ്റെ ഒരു യുക്തി എന്തെന്ന് എനിക്ക് പിടിയിട്ടിട്ടില്ല. PC ജോർജിനെ തള്ളാനോ കൊള്ളാനോ ആകാതെ വിഷമവൃത്തത്തിലാണ് BJP നേതൃത്വം. PC ജോർജിനെ പോലെ എല്ലാവരും അറിയുന്ന ആളല്ല അനിൽ ആന്റണി എന്ന് പറഞ്ഞ MT രമേശ് അനിൽ ആന്റണിയെ പത്തനംതിട്ട മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടത് ജോർജ് ആണെന്നും വ്യക്തമാക്കി. PC ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ ഞാൻ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തുന്നല്ലേ? അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹം വിജയിപ്പിക്കും. അദ്ദേഹത്തിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പാർലമെന്റ് മണ്ഡലമാണ്, അദ്ദേഹമല്ലേ പരിചയപ്പെടുത്തേണ്ടത്. സ്വാഭാവികമാണ്, അത്രയേ ഉള്ളൂ. നാളെയായിരിക്കും BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തുക. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായതിനാൽ പ്രചാരണത്തിൽ ഒപ്പമോടിയെത്താനായിരിക്കും BJP ക്യാമ്പിന്റെ നീക്കം. പ്രഖ്യാപനം വന്നില്ലെങ്കിലും UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആന്റണി വിവിധ പരിപാടികളുമായി ഇതിനകം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വി മുരളീധരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് തിരുവനന്തപുരത്ത് മുൻ BJP നേതാവിനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി കൈ തല്ലിച്ചതച്ചതായി പരാതി. കർഷക മോർച്ച മുൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് സായി പ്രശാന്താണ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയത്. BJP കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ പൗടിക്കോണത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കൈ തല്ലിച്ചതച്ചെന്ന് സായി പ്രശാന്ത് 24നോട് പറഞ്ഞു. സായി പ്രശാന്ത് പാർട്ടി ഓഫീസ് ആക്രമിച്ചെന്ന് BJP കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ ശ്രീകാര്യം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കോട്ടയം മണിമലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാലക്കുടിയിൽ നിയന്ത്രണം വിട്ട കാർ കിണറ്റിൽ വീണു. കാറിലുണ്ടായിരുന്ന 3 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചാലക്കുടി സുന്ദരിക്കവല പാറക്കുട്ടിലാണ് അപകടം. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ഷോളയൂർ ഊത്തുക്കുഴി ആദിവാസി ഊരിലെ പൂർണിമ ആകാശ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബാലരാമപുരത്ത് വയോധിക തീവണ്ടി തട്ടി മരിച്ചു. താന്നിവിള ചാത്തലമ്പാട്ട് കോണം സ്വദേശിനി സരോജിനിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഗ്രേറ്റർ നോയിഡയിൽ ഷോപ്പിംഗ് മാളിലെ ഇരുമ്പ് മേൽക്കൂര തകർന്ന് 2 പേർക്ക് ദാരുണാന്ത്യം. ഗാലക്സി ബ്ലൂ സഫയർ മാളിൽ മേൽക്കൂര തകർന്നാണ് 2 പേർ മരിച്ചത്. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ഔദ്യോഗിക പദവി രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായാണ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയത്. മറ്റന്നാൾ രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് വ്യക്തമാക്കി. ഈ വർഷം ഓഗസ്റ്റിൽ വിരമിക്കാനിരിക്കെയാണ് രാജിക്കൊരുങ്ങുന്നത്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ബംഗാൾ സ്കൂൾ നിയമന തട്ടിപ്പ് ഉൾപ്പെടെയുള്ളവയിൽ നിർണായക വിധി ഗംഗോപാധ്യായ പ്രസ്താവിച്ചിരുന്നു. കോൺഗ്രസും BJPയും ഗംഗോപാധ്യായെ രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്ത് രംഗത്തെത്തി. കൂടത്തായ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന കൂടത്തായ് ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തടയണമെന്ന ഹർജി കോടതി തള്ളി. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 2ാം പ്രതി MS മാത്യുവായിരുന്നു പരമ്പരയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തനിക്കും കുടുംബത്തിനും അപകീർത്തികരമാണെന്നായിരുന്നു MS മാത്യുവിന്റെ വാദം. ജനുവരി 19-നാണ് പരമ്പരയ്ക്കെതിരെ കൂടത്തായ് കേസിലെ 2ാം പ്രതി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് പുനഃസംപ്രേഷണമാണെന്ന് ഫ്ലവേഴ്സ് TVക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം ലംഘിക്കരുതെന്ന മുൻ കോടതി വിധികളും കൂടി പരിഗണിച്ചാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത്. ഇതൊരു ക്രിയാത്മകമായിട്ടുള്ളൊരു ആവിഷ്കാരമല്ലേ. അപ്പോൾ ആ സ്ഥിതിക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു നെടുന്തൂണം തന്നെ ഒരാളുടെ ഒരു റൈറ്ററിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. പിന്നെ ഭരണഘടനാപരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ വല്ല റെസ്ട്രിക്ഷൻസും വരുത്തുകയാണെങ്കിൽ അതിൽ പറയുന്ന ചില 19(2) പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്രിമിനൽ നടപടി നിയമം CRPCയിലും ഈ ലൈംഗികമായിട്ടുള്ള ഒഫൻസുകളിനെ സംബന്ധിച്ചിട്ട് കോടതി ഇൻ ക്യാമറയായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നത് തെറ്റായി വരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മളൊരു സീരിയലാണ്. കോടതിയുടെ പുറമേയുള്ള ഒരു കഥ ആവിഷ്കരിച്ചുണ്ടാക്കുന്ന ഒരു സീരിയലാണ് കൂടത്തായി. സീരിയലിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഫ്ലവേഴ്സിന് അനുകൂലമായി വിധി വന്നിരുന്നു. 24 കോഴിക്കോട്. ഇനി കായിക വാർത്തയിലേക്കാണ്. ഐ ലീഗിൽ ഗോകുലം കേരള FCക്ക് തോൽവി. മുഹമ്മദൻസ് SCയോട് 2-നെതിരെ 3 ഗോളുകൾക്കാണ് തോറ്റത്. മുഹമ്മദൻസിനായി എഡി ഹെർണാണ്ടസ്, അലക്സിസ് ഗോമസ്, ഡേവിഡ് H എന്നിവർ ഗോൾ നേടി. നൌഫൽ PN, നിധിൻ കൃഷ്ണ എന്നിവരാണ് ഗോകുലത്തിനായി ഗോൾ സ്വന്തമാക്കിയത്. തോറ്റെങ്കിലും പോയിന്റ് പട്ടികയിൽ ഗോകുലം 3ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിൽ MDMA വേട്ട. 49 ഗ്രാം MDMAയുമായി 18-കാരി ഉൾപ്പെടെ 2 പേർ പിടിയിലായി. നാർക്കോട്ടിക് ഷാഡോ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് ഇവരെ പിടികൂടിയത്. നല്ലളം സ്വദേശി ഷംജാദ്, കർണാടക സ്വദേശിനി സഞ്ജന എന്നിവരാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത്. മിംസ് ആശുപത്രിക്ക് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം മയക്കുമരുന്ന് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. എന്നാൽ പ്രതികളുടെ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ച് നാർക്കോട്ടിക് സെല്ലിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കർണാടകയിൽ ജോലി ചെയ്യുന്ന ഷംജാദ് യുവതിയുമായി സൗഹൃദത്തിലാവുകയും തുടർന്ന് ഇരുവരും ഒന്നിച്ച് ലഹരി വിൽപ്പന ആരംഭിക്കുകയുമായിരുന്നു. കർണാടകയിൽ നിന്നും ഉയർന്ന തോതിൽ മയക്കുമരുന്ന് എത്തിച്ച് കോഴിക്കോട് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസും നാർക്കോട്ടിക് സെല്ലും പറയുന്നു. 24 കോഴിക്കോട്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.